ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. എല്ലാവരുടെയും ജീവിതം സുഗമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് സങ്കല്പ് യാത്ര ഗുണഭോക്താക്കളുമായി സംവദിച്ച് പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര പദ്ധതിയുടെ ഗുണഫലങ്ങൾ അഴിമതി ആരോപണമില്ലാതെ സുതാര്യമായാണ് ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രധാനമന്ത്രി നാളെ സൂറത്തും വാരണാസിയും സന്ദർശിക്കും. വാരണാസിയിൽ 19,150 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ആശയങ്ങൾ സ്വരൂപിച്ച് മുന്നോട്ടു പോകുമെന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 347 റൺസിന്റെ ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. എല്ലാ പൌരന്മാർക്കും ജീവിതം സുഗമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തുടനീളമുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ സ്വാധീനത്തിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസ് വഴി സംവദിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ ടയർ 2, ടയർ 3 നഗരങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വളരെ കാലമായി രാജ്യത്തിന്റെ വികസനത്തിന്റെ നേട്ടങ്ങൾ കൊയ്യുന്നത് ചില വൻ നഗരങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യവർഗ കുടുംബങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും തന്റെ സർക്കാർ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ये यात्रा गांवों के साथ साथ 1,500 शहरों में भी पहुंच चुकी। देश का जन मन इस यात्रा को लेकर ज्यादा उत्साहित है. आज हम देश के टियर 2, टियर 3 इस शहरों के विकास पर बल दे रहे हैं. 2047 में जब भारत की आजादी के 100 साल होंगे, ये देश विकसित होके रहेगा और ये वातावरण बनाने में ये यात्रा, ये संकल्प बहुत काम आने वाला है. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി കോഴിക്കോട് മാവൂരിലെ കർഷകനായ ധർമ്മരാജൻ കായേരിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. വിദൂര ദൃശ്യ സംവിധാനം വഴി നടന്ന സംവാദത്തിൽ ധർമ്മരാജൻ ഏതു വിധത്തിലാണ് കേന്ദ്ര വികസനക്ഷേമ പദ്ധതികളുടെ നേട്ടം അനുഭവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു മനസ്സിലാക്കി. अच्छा धर्मराज जी, आप केले की खेती कर रहे हैं, सरकार की किस योजना का आपको लाभ मिला है? सर, केसीसी लोन, पीएम किसान सुकन्या समृद्धि योजना, PMSBY, ये सारा जो लाभ आपको मिला है उसके पहले लाभ नहीं मिला, अब मिला, तो जीवन में क्या बदलाव आया? സാർ, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് നല്ല സഹായം കിട്ടി. പിന്നെ അതേപോലെ PM കിസാന് വാഴയ്ക്ക് വളം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായം കഴിഞ്ഞ 10 വർഷമായി യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് നിർബാധമെത്തുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അഴിമതി ആരോപണമില്ലാതെ സുതാര്യമായാണ് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്നും ഓരോ സംസ്ഥാനത്തിനും പ്രതിമാസ കുടിശ്ശിക കൃത്യസമയത്ത് അല്ലെങ്കിൽ മുൻകൂട്ടി ലഭിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കുന്നുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. So with all these opportunities, India 2047 is in your hands to build this Vikasit Bharat Sankalp Yatra, where all of us will have to take the Sankalp. We'll become party to building India to be a developed country by 2047. 2047ഓടെ എല്ലാ മേഖലയിലും ഇന്ത്യയെ ഒന്നാമതെത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അഹമ്മദാബാദിലെ ചങ്കുധാർ ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ വീടുകളിലും പാചകവാതകം, കുടിവെള്ളം, റേഷൻ, ആരോഗ്യം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുകയാണ് യാത്രയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിവേഗം വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തിളങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വലിയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും അടിസ്ഥാന സൌകര്യ മേഖലയിൽ രാജ്യത്ത് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ലോജിസ്റ്റിക്സ് ഈസ് റിപ്പോർട്ട് 2023 പ്രകാശനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനിടെ വിമാനത്താവളങ്ങളുടെയും റെയിൽ ജലപാതകളുടെയും ദ്രുതഗതിയിലുള്ള വിപുലീകരണത്തിലൂടെ ചരക്ക് നീക്ക മേഖലയിൽ വലിയ അവസരമാണുണ്ടായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്രദമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ആർ കെ സിംഗ്. പ്രധാനമന്ത്രി ആവാസ് യോജന, ഉജ്ജ്വല, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് അദ്ദേഹം ഇന്ന് മധുരയിൽ ആകാശവാണിയോട് പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി നടക്കുന്ന ക്യാമ്പുകളിലൂടെ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മികച്ച ധാരണ നേടാനും വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്യാനും സാധിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. സമുദ്രമേഖല, വ്യാപാര, നിക്ഷേപ സഹകരണം, ബഹിരാകാശം, സാമ്പത്തിക സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ രംഗങ്ങളിലെ സഹകരണം എന്നിവ ചർച്ചാ വിഷയമായി. ഭീകരവാദം സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ഇരു നേതാക്കളും ആശങ്ക പങ്കുവച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ത പറഞ്ഞു. ഊർജ്ജ സുരക്ഷ, പ്രത്യേകിച്ച് ഹരിത ഊർജ്ജ മേഖലയിൽ സഹകരണത്തിന്റെ സാധ്യമായ ഘടകങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ആശയങ്ങൾ സ്വരൂപിച്ച് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ ജില്ലാ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് എത്തുന്നവരുമായുള്ള ആശയവിനിമയത്തിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇതുവരെ ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓണാട്ടുകരയുടെ കാർഷിക പെരുമ, സംയോജിത കൃഷി, ടൂറിസം സാധ്യതകൾ, ഭിന്നശേഷി വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ, ആയുർവേദം തുടങ്ങി മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ് ആലപ്പുഴയിലെ യോഗം ചർച്ച ചെയ്തത്. ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സൂറത്തിലും ഉത്തർപ്രദേശിലെ വാരണാസിയിലും നാളെ എത്തും. നാളെ രാവിലെ സൂറത്ത് വിമാനത്താവളത്തിലെ പുതിയ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വജ്ര വ്യാപാര കേന്ദ്രമായ സൂറത്ത് ഡയമണ്ട് ബോഴ്സിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് വാരണാസിയിലേക്ക് പോകുന്ന ശ്രീ മോദി വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ പങ്കെടുക്കും. വൈകിട്ട് നമോഘട്ടിൽ കാശി തമിഴ് സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി സ്വർവേദ് മഹാമന്ദിർ സന്ദർശിക്കും. തുടർന്ന് 19,150 കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. തമിഴ്നാടിന്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിനായാണ് ഈ വർഷത്തെ കാശി തമിഴ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെന്നൈയിൽ നടന്ന തിരുമുറൈ തിരുവിഴ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര വേദികളിൽ തമിഴിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കാറുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ മാസം 13-ന് ലോക്സഭയ്ക്കുള്ളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ഉന്നതതല അന്വേഷണ സമിതിക്ക് രൂപം നൽകിയതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പാർലമെന്റ് സുരക്ഷാ ലംഘനവുമായി ബന്ധപ്പെട്ട് എല്ലാ എംപിമാർക്കും അയച്ച കത്തിൽ സമിതി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നും അതിന്റെ റിപ്പോർട്ട് ഉടൻ സഭയുമായി പങ്കിടുമെന്നും ശ്രീ ഓം ബിർള അറിയിച്ചു. പാർലമെന്റ് കോംപ്ലക്സിന്റെ സുരക്ഷ അവലോകനം ചെയ്യാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ കർമ്മ പദ്ധതി രൂപീകരിക്കാനും ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 347 റൺസിന്റെ ചരിത്ര വിജയം. മുംബൈയിൽ നടന്ന മത്സരത്തിൽ 3-ാം ദിനത്തിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് എന്ന നിലയിൽ 2-ാം ഇന്നിംഗ്സ് ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 479 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 131 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. മത്സരത്തിൽ 9 വിക്കറ്റും ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടിയ ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് ചരിത്രത്തിലെ റെക്കോർഡ് വിജയമാണിത്. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നവംബറിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുവൈറ്റ് ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് അൽ ജാബറിന്റെ മകനാണ് ഷെയ്ഖ് നവാഫ്. ഗാസയിൽ തടവിലുണ്ടായിരുന്ന 3 പേരെ ഇസ്രായേൽ പ്രതിരോധ സേന തെറ്റിദ്ധരിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാരോപിച്ച് ടെല്ലവീവിൽ വ്യാപക പ്രതിഷേധം. തടവിലുള്ള മറ്റുള്ളവരെ ഇസ്രായേൽ സർക്കാർ മോചിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതേസമയം കൊലപാതകത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന അതീവ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാവരുടെയും ജീവിതം സുഗമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് സങ്കല്പ് യാത്ര ഗുണഭോക്താക്കളുമായി സംവദിച്ച് പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര പദ്ധതിയുടെ ഗുണഫലങ്ങൾ അഴിമതി ആരോപണമില്ലാതെ സുതാര്യമായാണ് ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രധാനമന്ത്രി നാളെ സൂറത്തും വാരണാസിയും സന്ദർശിക്കും. വാരണാസിയിൽ 19,150 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ആശയങ്ങൾ സ്വരൂപിച്ച് മുന്നോട്ടു പോകുമെന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന്
വിലക്ക്. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 347 റൺസിന്റെ ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.